ഇതിന്റെ താപനില ഉൾപ്പെടെ പരിശോധിച്ച ശേഷമായിരിക്കും ഇത് കരയിലേക്ക് കൊണ്ടുവരിക. താപനില കൃത്യമായി ഒരു വലിയ വെളുത്ത ബലൂൺ പോലെ അതിങ്ങനെ കിടക്കുകയാണ്, വലത്തേക്ക് ചെരിഞ്ഞ് കിടക്കുകയാണ് ഈ ഗ്രേസ് പേടകം, അല്ലേ വിനിത? അതാണ്, എന്തൊരു മനോഹരമായ കാഴ്ചയാണ് സുജയ. നമുക്ക് ഇരുട്ടത്ത് അതിങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണാം. അതൊരു ചരിത്രം കൂടിയാണല്ലോ എന്നതാണ് നമ്മളെ ഏറെ അഭിമാനത്തോടെ ഓർമ്മിപ്പിക്കുന്നത്. ഏതായാലും 60ഓളം പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയ ആ 4 പേർ, അവർക്ക് ഇനി എന്താണ് പറയാനുള്ളത്? ഇതാ ഒരു പാരച്യൂട്ടുകൾ നീക്കിക്കൊണ്ട് ഇനി ഇതാ റിക്കവറി ഷിപ്പിലേക്ക് പേടകം മാറ്റുകയാണ്. അത് അടുത്തെത്തിക്കഴിഞ്ഞു, ആ ബോട്ട് അടുത്തെത്തിക്കഴിഞ്ഞു. ഇനി ഇത് വലിച്ചുകൊണ്ട് പോവുകയാണ്. താപനിലയെല്ലാം കൃത്യമായി തന്നെ പരിശോധിച്ചിട്ടുണ്ട്. എല്ലാം ശുഭകരം എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. പസഫിക് സമുദ്രത്തിൽ കാലിഫോർണിയയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. എല്ലാം ശുഭകരം തന്നെ. ഇതിൽ പേടകത്തിന് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. വെള്ളത്തിൽ വീണിട്ടും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല. പേടകം സുരക്ഷിതമായി തന്നെ ഇരിക്കുന്നു. അതിനകത്തുള്ളവർ സുരക്ഷിതരാണ് എന്നുകൂടി ഉറപ്പിക്കുന്നു. ഇനി പേടകം കരയിലേക്ക് കൊണ്ടുവരുന്നു. പതിച്ച സമയത്ത് ഒരു പക്ഷേ അവർക്കൊരു ചെറിയ ജെർക്ക് അനുഭവപ്പെട്ടിരിക്കാം. എങ്കിൽ പോലും അവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല എന്നാണ് നാസ ഒടുവിലും അറിയിക്കുന്നത്. അപ്പോൾ സുരക്ഷിത സ്പ്ലാഷ് ഡൗൺ എന്ന് നമുക്ക് പറയാം. ഡ്രാഗൺ പേടകം ഇതാ കടൽ ഇറങ്ങിയിരിക്കുന്നു. നമുക്ക് വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് എന്ന് പറയുമ്പോൾ പോലും വിണ്ണിൽ നിന്ന് കടലിലേക്ക് ഇതാ നമ്മുടെ അഭിമാനം പറന്നിറങ്ങിയിരിക്കുന്നു. ശുഭാംശു ശുക്ല 2 ആഴ്ച മാത്രം നീണ്ട ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ആരോഗ്യത്തിനൊന്നും വലിയ പ്രശ്നം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ. നിലവിൽ ഇന്നലെ ഈ യാത്ര പുറപ്പെടുന്നതിന് തൊട്ടു മുൻപും ശുഭാംശു ശുക്ല അവിടെ ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഒരു വിടവാങ്ങൽ പ്രസംഗം നടത്തിയിരുന്നു. അദ്ദേഹം വളരെ ആരോഗ്യവാനായിരുന്നു. ഈ യാത്രയിൽ 22 മണിക്കൂർ മാത്രമാണ് ഈ യാത്ര നീണ്ടത്. ഒരു പക്ഷേ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായതായി ഇതുവരെ റിപ്പോർട്ടുകളില്ല. കൂടുതൽ വിശദമായി പരിശോധിക്കും. ജോൺസൺ സ്പേസ് സെന്ററിൽ നാസയുടെ മെഡിക്കൽ സംഘത്തിന് പുറമെ ISROയുടെ മെഡിക്കൽ വിദഗ്ധരും ശുഭാംശുവിന്റെ ആരോഗ്യനില പരിശോധിക്കാനുണ്ടാകും. അതാണ്, ശുഭാംശു നമ്മുടെ പൊന്നാണ്, മുത്താണ് എന്നൊക്കെ പറയണം. കാരണം ശുഭാംശുവാണ് നമ്മുടെ അടുത്തുള്ള ദൗത്യങ്ങളിൽ ഒക്കെ തന്നെയും നമ്മുടെ നിർണായകമാകുന്നത്. ഗഗൻയാൻ ഉണ്ട് 2027. ഒപ്പം നമുക്ക് ഒരു ബഹിരാകാശ നിലയം നമ്മൾ പണിയാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ശുഭാംശുവിന്റെ അനുഭവങ്ങൾ ഏറെ നിർണായകമാണ്. 550 കോടി രൂപ ചെലവിട്ടുകൊണ്ടാണ് ശുഭാംശു ശുക്ലയെ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിച്ചത്. ഇന്ത്യയുടെ നീക്കം എന്ന് പറയുന്നത് ബഹിരാകാശ രംഗത്ത് ഒന്നാമനാവുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് ശുഭാംശുവിന്റെ അനുഭവങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നോക്കൂ വിനീത, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ബോട്ട് ഇപ്പോൾ കപ്പൽ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ വിണ്ണിൽ നിന്ന് മണ്ണിലേക്കെന്നല്ല, വിണ്ണിൽ നിന്ന് ഒരു സാഗര സംഗമം നടത്തിയിരിക്കുകയാണല്ലേ? അതാണ് ഈ ഇരുട്ടിൽ മിന്നിത്തിളങ്ങി കാണുന്നത്. ചെറിയ നമ്മൾ മിന്നാമിനുങ് എന്ന് പറയുന്ന പോലെ ആയിരിക്കും ചിലപ്പോൾ ബഹിരാകാശത്ത് നിന്ന് തോന്നും. കപ്പലല്ല, ബോട്ട് തന്നെയാണ്. അതൊരു നമുക്ക് ബോട്ടാണ്. അതെ, കപ്പൽ എന്ന് പറയാൻ കഴിയില്ല. കപ്പലിലേക്ക് മാറ്റും. ഈ ചെറു ബോട്ടുകൾ വലിച്ചു കൊണ്ടുപോയി റിക്കവറി ഷിപ്പ് അപ്പുറത്തുണ്ട്, അതിലേക്ക് മാറ്റും. അതാണ് നമ്മൾ കണ്ടതാണ് സുനിത വില്യംസിന്റെ ഒക്കെ. ഇത് ആദ്യം പരിശോധിക്കുകയാണ്, ഇതിന്റെ താപനിലയും ഒപ്പം ഇതിനകത്തുള്ളവരുമായുള്ള ആശയവിനിമയം ഒക്കെ നടത്തുകയാണ്. അവർക്ക് മറ്റാരോഗ്യ പ്രശ്നങ്ങളില്ല. ഈ സ്പ്ലാഷ് ഡൗണിൽ ഒന്നും സംഭവിച്ചു, അതായത് ഇതിനൊരു കൃത്യമായ സമയമുണ്ടല്ലോ, ആ സമയത്ത് തന്നെ നടത്താൻ മതിയോ അതോ അടിയന്തരമായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കണം. ഏതായാലും എല്ലാം കുഴപ്പമില്ല, സാധാരണ നിലയിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇത് നമ്മുടെ ഒരു പഠന വിഷയമായി തന്നെ മാറുകയാണല്ലേ, റിട്ടേൺ ഓഫ് ദ ഡ്രാഗൺ എന്ന പേരിൽ? അതെ, തീർച്ചയായും. അതെ, നമുക്ക് വേണമെങ്കിൽ ഇത് തീർച്ചയായും ഇതൊരു സിനിമയാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ശുഭാംശു അത് ചരിത്രം കുറിച്ചിരിക്കുന്നത് പാഠപുസ്തകങ്ങളിൽ മാത്രമല്ല, ലോകം എങ്ങുമുള്ള ശാസ്ത്രം ഇഷ്ടപ്പെടുന്നവർ, ബഹിരാകാശ രംഗം ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ തന്നെയും പഠിക്കേണ്ടത് തന്നെയാണ്. ശുഭാംശുവിന്റെ ഈ നിശ്ചയദാർഢ്യവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ കരുത്തും ഒക്കെ തന്നെ പലതവണ ആക്സിയം 4 ദൗത്യം മാറ്റിവെച്ചതാണ്. അതിലുള്ള അംഗങ്ങളെല്ലാം നിരാശരായിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ വലിയ ഊർജ്ജത്തോടെയാണ് വീണ്ടും യാത്ര പുനരാരംഭിച്ചതും യാത്ര പൂർത്തിയാക്കിയതുമെല്ലാം. 22 മണിക്കൂർ നീണ്ട യാത്ര, 433 മണിക്കൂർ, അതായത് 19 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ തിരിച്ചെത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ശുഭാംശു ശുക്ല എന്ന നിലയിൽ തന്നെ ഈ ചരിത്രം മാറുന്നു. മാത്രമല്ല ശുഭാംശു കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ കൂടിയായി മാറിയിരുന്നു. അതെ, ISS എത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ്. അപ്പോൾ രണ്ടാമനായി ബഹിരാകാശ നിലയത്തിൽ ISS എത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ. അങ്ങനെ ചരിത്രം കുറിച്ച് ശുഭാംശു എല്ലാം ശുഭകരമാക്കി ഇപ്പോൾ കടൽ തൊട്ടിരിക്കുകയാണ്. ഇനി അവിടെ നിന്ന് കരയിലേക്കുള്ള ദൂരമാണ്. സ്പേസ് എക്സിന്റെ ഡ്രാഗൺ റിക്കവറി ഷിപ്പ് ഷാനൺ അവിടെ കാത്തിരിക്കുന്നു ശുഭാംശുവിനെ.